ഇന്ന് നമ്മൾ ചെറിയൊരു പരീക്ഷണം നടത്താനാണ് പോകുന്നത്. നമ്മുടെ ഹംസക്കയുടെ വീഡിയോയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു പ്രചോദനം, അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെട്ടത്. ഈ കാണുന്ന ബഗ് ബൂസ്റ്റർ, ഇതിനെക്കുറിച്ച് ഹംസക്കയുടെ വീഡിയോയിൽ നിന്നാണ് ഞാനിത് അറിഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമെന്നെങ്കിലും പക്ഷേ ഇതിൻ്റെ പേരോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ വലിയൊരു ഇലക്ട്രോണിക് എൻജിനീയറൊന്നുമല്ല, ഞാൻ നോർമലൊരു ക്യാമറമാനാണ്. ഡൽഹിയിലൊരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യാണ്. അപ്പോൾ ഇതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ എങ്കിലും സീരിയൽസോ മറ്റുള്ള ഷൂട്ടുകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ലൈറ്റുകളുണ്ട്. ഒരുപാട് LED നിറഞ്ഞ, ഇത് ചെറിയ ലൈറ്റാണ്, ഇതിൽ ഏറ്റവും ചെറിയ ലൈറ്റാണ്. ഈ ലൈറ്റ് നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ഇങ്ങനെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ സോണിയുടെ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററി ഇതിൻ്റെ F970 7.4 വാട്ടിൻ്റെ 6000 AHൻ്റെ ഒരു ബാറ്ററിയാണ്. മിക്കവാറും എല്ലാ ക്യാമറകളും ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ബാറ്ററിയാണ്. ഇത് സോണിയുടെ ബാറ്ററിയാണ്. പക്ഷേ ഇത് സോണിയുടെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ കമ്പനിയുടെയാണ്, പക്ഷേ സെയിം മോഡലാണ്. ഇത് കോബ് LED. ഞാൻ 100 വാട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷേ 100 വാട്ട് എനിക്ക് കിട്ടിയില്ല. ഇത് 30 വാട്ടിൻ്റെയാണ്, പക്ഷേ എന്നാലും നല്ല പവറുള്ളൊരു ബൾബാണ്. ഇത് കോബ് LED എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരുപാട് കറണ്ട് അങ്ങനെ എടുക്കത്തില്ല. എന്നാലും 12 വാട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട്. മിനിമം 12 വാട്ട് ഇൻപുട്ട് ചെന്നാലേ ഈ കോബ് വർക്ക് ചെയ്യത്തുള്ളൂ, ഈ ചിപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഇതിനകത്ത് നമുക്കുള്ളത് 7 പോയിൻറ്റ് സംതിങ് ആണ്. 8 വാട്ടിൻ്റെ അടുപ്പിച്ചുള്ള 8.4 വാട്ടാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇത്തരം വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ചലിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് വർക്ക് ചെയ്യത്തില്ല. ഞാനത് നോക്കിയാണ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ. പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മുടെ ഹംസക്കയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് പുള്ളിക്കാരനെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് ഉപദേശിച്ച ഒരു ബഗ് ബൂസ്റ്ററാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 വാട്ടിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. പക്ഷേ ഞാനിത് വരുത്തി. പക്ഷേ അതിനകത്ത് എനിക്ക് പറ്റിയൊരബദ്ധം, പുള്ളിക്കാരൻ്റെ അബദ്ധമല്ല, എനിക്ക് പറ്റിയൊരബദ്ധം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും അതിൻ്റെ സ്പെക്കിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇത് മിനിമം 12 വാട്ട് ഉണ്ടെങ്കിലേ ഇത് എടുക്കത്തുള്ളൂ, ഇത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ അതിൽ കുറഞ്ഞ വോൾട്ടേജ് എടുക്കുന്ന ബഗ് ബൂസ്റ്റർ ആയിരിക്കണം. ഇത് മിനിമം 12 വാട്ടാണ് ഇതിനകത്ത് എടുക്കുന്നത്. 12 അല്ല, ഇതിൽ താഴെ എടുക്കുന്നുണ്ട്, 8 വാട്ട് തൊട്ടൊക്കെ എടുക്കും. പക്ഷേ ഇതിൻ്റെ ഈ 8 വാട്ട്, ഇത് 5 വാട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ 5 വോൾട്ട് ഇതിനകത്തുനിന്ന് ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ആംപിയർ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ലൈറ്റിലോട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും, മൊത്തത്തിൽ ഇത് സ്റ്റോപ്പായി പോകും. അപ്പോൾ ഇതെനിക്ക് ഉപയോഗമില്ല. അപ്പോൾ ഞാൻ ആകെ ഒന്ന് പരിഭ്രമത്തിലായി. പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിലെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. ഇതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഉപകാരമായിട്ട് തോന്നി. ഇതിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഈ മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇന്നും ഔട്ടും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 5 വാട്ട് തൊട്ട് നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കാം. 5 വാട്ട് തൊട്ട് ഇതിനകത്ത് നമുക്ക് 35 വാട്ട് വരെ നമുക്ക് ഔട്ട്പുട്ട് വരും.
പക്ഷേ എനിക്ക് ഇതിൻ്റെ ശരിക്കുമുള്ള ഇൻപുട്ട് വോൾട്ടേജ് എനിക്ക് അറിയത്തില്ല. ഇനി ഹംസക്കാരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. വേറെ നമുക്ക് അത്രയും പരിജ്ഞാനമുള്ള ആൾക്കാരെ പരിചയമില്ല. അപ്പോൾ ഇതിനകത്ത് 12 വാൾട്ട് മിനിമം ഉണ്ടെങ്കിൽ ഇത് എടുക്കത്തുള്ളൂ. ഞാൻ ഒരുപാട് പരിശ്രമം നടത്തിയതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒരു വീഡിയോ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിൽ അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല. നമ്മുടെ ഇതിന്ന് എങ്ങനെ ഇത് കത്തിക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു പഴയ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിൻ്റെ ഹീൽസിങ്കാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഡ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഡ്രില്ല് ചെയ്യാനൊത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഡ്രില്ല് ചെയ്ത് ഇതിനകത്ത് ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് പ്ലസ്സും മൈനസും ഉണ്ടാവും. അത് മാറിപ്പോയത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആവശ്യം നമുക്ക് പോർട്ടബിലിറ്റി ആയിട്ട് എവിടെയെങ്കിലും ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റ് കൊണ്ടുപോകാനായിട്ട് വോൾട്ടേജ് കൂടിയ സിംഗിൾ ലൈറ്റ്. ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റിൽ ഒരുപാട് ബൾബുള്ളത് കൊണ്ട് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് ഒരിടത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റതിൻ്റെ ഷാഡോ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഷാർപ്പായിട്ടുള്ള കട്ടിങ് കിട്ടത്തില്ല. ഇതിനകത്താണെങ്കിൽ ലൈറ്റ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഷാർപ്പായിട്ടുള്ള എഡ്ജ് കട്ടിങ്ങുകൾ കിട്ടും. അപ്പോൾ ക്യാമറമാൻമാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഈ ബൾബാണ്. അപ്പോൾ ഈ LED ഇത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഹീൽസിങ് പേസ്റ്റ് ഉണ്ട്. ഹീൽസിങ് പേസ്റ്റ് എന്നോ ഗ്രീസ് എന്നോ ഒക്കെ പറയാം. ഈ പറയുന്ന ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ നമ്പറിലുള്ളത്, അതും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് 100 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. പിന്നെ ഇതും ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. മാർക്കറ്റിൽ നിന്ന് അതിലും വില കുറച്ച് കിട്ടുമായിരിക്കും. ഇതും അധികം വിലയൊന്നുമില്ല, 200 രൂപയ്ക്കകത്തേ ഉള്ളൂ. പിന്നെ ഇതുപോലൊരു ഹീൽസിങ് സംഘടിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ, വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ കാണും ഇങ്ങനൊരു ബാറ്ററി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് അടുത്തുള്ള 5 വാൾട്ട് തൊട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ബക്ക് ബൂസ്റ്ററാണ് ഇത് വെച്ചാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മൈനസ് പ്ലസ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ്. ഇതിനകത്തിപ്പോൾ കാണുന്നുണ്ട് 8 വോൾട്ടിൻ്റെ അടുപ്പിച്ചേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിനകത്ത് ഇത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യേണ്ട രീതിയാണ് ആദ്യം പറയുന്നത്, ബാക്കിയുള്ളത് പിന്നെ പറയാം. ഇത് തൽക്കാലം ഇങ്ങോട്ട് മാറും. ആദ്യം ഞാനിത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ അതുണ്ട്, എന്താ പറയുന്നത്, ചെറിയ ജഡ്ജിങ് മേളിലോട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പയൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കളയുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് താന്നിരിക്കത്തില്ല, ഒരു ലെവലിലാവണം. ഓക്കെ, ഇനി ഞാൻ സ്ക്രൂ ചെയ്തപ്പോഴത്തേക്ക് ഈ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കാതെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാകപ്പിഴ വന്നത്. അല്ലെങ്കിൽ ഇത് എഡ്ജ് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിനകത്ത് കണക്ഷൻ അത് തട്ടിയിരുന്ന് കഴിഞ്ഞാൽ അത് ചൂട് നമുക്ക് റിലീസായി പോകത്തുള്ളൂ. എന്നാലേ അതിൻ്റെ ഈ ഹീൽസിൻ്റെ ഉപയോഗമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് പയൽ ചെയ്ത് കളയുന്നത്. പിന്നെ മറ്റുള്ളവർ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതിൻ്റെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. പക്ഷേ എൻ്റെ കയ്യിലെ കാശേ പോകത്തുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കണം. പിന്നെ ഇവിടെ കൂടുതൽ കൈ തട്ടാതെ നോക്കുക. ഒക്കെ നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതായിപ്പോവും. പിന്നെ അതിൻ്റെ വെട്ടം കുറയുകയൊക്കെ ചെയ്യും. സാധാരണ നമ്മുടെ വീഡിയോ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കണക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തിപ്പോൾ 2 ലൈറ്റാണ് ഞാൻ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലൈറ്റല്ല, 2 സ്ക്രൂകൾ ആദ്യം ഇടാം. കാരണം എല്ലായിടത്തും ഇടേണ്ട കാര്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ആദ്യം ഈ പേസ്റ്റ് എടുക്കുക.
ഇതിനെ ജസ്റ്റ് ഇവിടെയാണോ പുരട്ടേണ്ടത് ഇവിടെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ അങ്ങോട്ട് പുരട്ടാം. ഒരു ഇത്ര ആവശ്യം വരത്തുള്ളൂ കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ വയ്ക്കുന്നത്. ഇനി അറിയാവുന്നവർ എന്നെ തെറി പറയരുത്. ഒരുപാടാവാൻ പാടില്ലായിരിക്കും, എനിക്കറിയത്തില്ല. അറിവുള്ളവർ ക്ഷമിക്കുക. ഇപ്പം ഞാനിതിനെ ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായാലും ബാക്കിയെല്ലാം പുറത്തോട്ട് ഒലിച്ച് വന്നോളും. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഒട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് സ്ക്രൂ ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും സ്ക്രൂ ചെയ്താലേ പറ്റുമല്ലോ, എനിക്കിത് ഇതായി പോകും. മൊത്തം ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് മെക്കാനിസം ഇങ്ങനെയാണ് സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കോണോട് കോടുള്ള സ്ക്രൂകളെ ഇടാവും. ഒരു സൈഡിൽ മാത്രം ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പിന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഫുള്ള് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം 2 സ്ക്രൂകളെ ഇടുന്നുള്ളൂ. 4 ഇടുകയാണെങ്കിൽ നല്ലതാണ്, 4 സൈഡും പിടിച്ചിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം 2 സൈഡ് മാത്രമേ ഇടുവാണ്. ഇതിൻ്റെ ഞാൻ ചെറിയ ലൈറ്റുകൾ നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടല്ല, പക്ഷേ ബാറ്ററി 12 വാട്ടാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈറ്റ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഇത്രയായി. ഇപ്പോൾ നമ്മൾ ഹീൽ സിങ്കിൽ അതിൻ്റെ ഗ്രീസൊക്കെ തേച്ചു നമ്മൾ ഇതിനകത്തോട്ട് ഒട്ടിച്ചു. ഇനി ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തേക്കുക, കാരണം താഴെ ഇനി ഷോർട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡറിങ്ങാണൊന്ന് ചൂടാക്കുക. പിന്നെ ഇതിൻ്റെ ഇന്നും ഔട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും വോൾട്ടേജ് ഇന്ന് മൈനസ് ഇന്ന്, ഇത് ഔട്ട്. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഇതിൻ്റെ ബേസുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല വിലയുള്ളതാണ്. പക്ഷേ നമുക്ക് അതിന് പകരമായിട്ട് ചെറിയൊരു എന്താ പറയുക, ഹിന്ദിയിൽ നമ്മൾ ജുഗാടെന്ന് പറയും, നാട്ടിലെന്താ ഉടായ്പെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം, ഇപ്പം നമ്മൾ പരീക്ഷിക്കുന്നേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് പ്ലസ്സാണ്, ഇവിടുത്തെ പ്ലസ് ഇതാണ് പ്ലസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തി ശക്കലോ ഇതിനെ പിടിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, 7 വാട്ട് സംതിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ ആണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 11.9. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ ഇതുണ്ട്. അത് നമ്മൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണ്ടോ 12 ആയി. നമുക്ക് 12 വാട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചിട്ട് നിങ്ങൾക്ക് 35 വാട്ട് വരെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേ കണക്ക് തന്നെ ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനോ ഒക്കെ പറ്റും. പക്ഷേ ഇതിൽ മിനിമം 5 നമ്മൾ ഇത് നോക്കട്ടെ,
അല്ല, ഔട്ട്പുട്ട് മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. ഇതിലെനിക്ക് ഒന്ന് 5 വാട്ട് വരെ നമ്മൾ കുഴപ്പമില്ലാതെ പോകും. ഞാൻ 12 വാട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ. ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്ലസ് ഔട്ടും മൈനസ് ഔട്ടും ഉണ്ട്, എന്നുവെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് ഡിസ്കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലസ്സിലും മൈനസിലും പിടിപ്പിക്കണം. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്ലസ് നമ്മൾ ഈ സൈഡിലും മൈനസ് ഈ സൈഡിലുമാണ് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനെ ജസ്റ്റ് ഒന്ന് പുതിയതായിട്ടൊന്ന് ചെത്തിയെടുത്തതിന് ശേഷം ഒരു വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പേസ്റ്റ് ഒന്ന് നമ്മളതിൽ തടവി കൊടുക്കാം. എന്നിട്ട് സോൾഡറിങ് എണ്ണ എടുത്തു. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. തെറ്റായിരിക്കാം, ഹംസക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നാ തെറി പറഞ്ഞു വരും. കുഴപ്പമില്ല, അല്ല നല്ല മനുഷ്യനാണ്, തെറിയൊന്നും പറയത്തില്ലായിരിക്കും. എന്തായാലും ശ്രമം നടത്തുകയാണ്. ആദ്യം ഞാൻ ഇതിനകത്തോട്ടൊരു ചെറുതായിട്ടൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നെങ്കിൽ ക്ഷമിക്കണം. വലിയ ഇലക്ട്രോണിക്സുകാരൊന്നും ഇത് കണ്ടിട്ട് എണ്ണ തെറി പറയരുത് കേട്ടോ. അപ്പോൾ ഇതും ഇതിനകത്തേക്ക് ഞാൻ ആദ്യം വയറിലും കൂടെ കുറേശ്ശെ ഒന്ന് ആദ്യമേ ഒന്ന് ഫ്ലെക്സ് ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. മുമ്പൊക്കെ ഇത് എനിക്ക് ചെറിയ ചെറിയ നുണുക്ക് പരിപാടികൾ ചെയ്തപ്പോൾ കിട്ടിയ അനുഭവങ്ങളാണ് നമ്മളെ. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പ്ലസ് ഈ സൈഡ് വരുന്ന വയർ. ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് വീഡിയോ വലിയ ലെങ്തി ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അതവിടെ പിടിപ്പിച്ചു. വേണമെങ്കിൽ ഈ ഹോളിലോട്ട് ഇറക്കാം. ഞാൻ താഴോട്ട് ഇറക്കാത്തത് കാരണം താഴെ പോയിട്ട് അലൂമിനിയമാണ്, അപ്പോൾ അത് ഷോർട്ട് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ താഴോട്ട് ഇറക്കാത്തത്. ഞാൻ ഒരുപാട് പേര്, പക്ഷേ ഹംസൊക്കെ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തി കേട്ടോ. ഒരുപാട് പേർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടി പുള്ളിക്കാരൻ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. നല്ല നല്ല അറിവുകൾ പുള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇരുന്നു കേട്ടോ. ഓക്കെ, അത് മതിയാവും. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ പരിപാടി ഇതായി. ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇത് നമ്മൾ ലൈറ്റ് കത്തുമ്പോൾ ഡയറക്റ്റ് കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല പവറുള്ള ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സിൻ്റെ ഒരു ഇതിൻ്റെ മേളിലോട്ട് ഇട്ടു. കാരണം എൻ്റെ കണ്ണിലോട്ട് പോയിട്ട് കണ്ണ് അടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല പവറുള്ള ലൈറ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഇനി ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് നോക്കുക പ്ലസ് മൈനസ് മാറിപ്പോരുത്. ഇതൊക്കെ കഴിഞ്ഞ് വല്ല പൊട്ടി തെറിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് പ്ലസ്, ദേ മൈനസ്. അയ്യോ, എന്താണ് പറ്റിയത്? നടക്കുന്നില്ല. കൊടുത്തു. ഇപ്പോൾ 12 വാട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ മൈനസ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? പ്ലസ് മൈനസ്. ഓക്കെ, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഞാനിതിനെ കൂട്ടുകയാണ് പവർ. 12 വാട്ട് എടുക്കുന്നില്ല, ഇത് 12 വാട്ട് എടുക്കത്തില്ല. 13 14 15 16. ചെറുതായിട്ട് ഇവിടെ വരുന്നുണ്ട്.
അപ്പോൾ ഇത് 12 വാട്ടിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ബക്ക് ബൂസ്റ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. ഓക്കെ, ഞാനിത് കൂട്ടി കൊണ്ടുപോവാണ്. ഓക്കെ, ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇരുപത്, देखो കേട്ടോ, പ്രകാശം കൂടി വരുന്നുണ്ട്. ഇത് 25 വാട്ടിന് മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രകാശം കൂടുന്നുണ്ട്. തൽക്കാലം ഞാൻ ഇതിൻ്റെ മേളിലോട്ട് വെച്ചു, ഇല്ലെങ്കിൽ എൻ്റെ കണ്ണ് പോകും. ഇപ്പോൾ 30 വാട്ട്, 32 വാട്ട്, അതിന് മേളിലോട്ട് പോകത്തില്ല കേട്ടോ. ഓക്കെ, അതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഷോർട്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് താഴോട്ട് കൊണ്ടുവരാം. എത്ര വാട്ടാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ 29, ഇതിനകത്ത് ഇവിടെ 29 വാട്ട് കാണുന്നുണ്ട്. ഇപ്പം ഞാനത് എത്ര വരെ ഇത് പോകുമെന്നും കൂടെ നോക്കാം. എന്തായാലും എല്ലാവർക്കും ഉപകാരമാവട്ടെ. എന്തായാലും 30 വാട്ട് വരെ കുഴപ്പമില്ല കേട്ടോ. 35 ആക്കാൻ നിൽക്കണ്ട. 35 ആക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാനിത് തുറന്നിട്ട്, ഞാൻ ഓൾറെഡി എൻ്റെ ലൈറ്റ് ഉണ്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് നോക്കട്ടെ എത്രത്തോളം ലൈറ്റ് ഉണ്ടാവുമെന്ന്. നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് കവർ ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ ഒരു ഇത് ഞാൻ കത്തിച്ച് കുറച്ച് നേരം വെച്ചേക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ ഡ്യൂറേഷൻ എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തട്ടെ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ചെറിയ ബാറ്ററിയിൽ നിന്ന് നമ്മൾ 30 വാട്ട് വരെ ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഹംസക എനിക്ക് പറഞ്ഞു തന്നത് ഈ കാണുന്ന ഒരു അതാണ്. ഹംസക പറഞ്ഞു തന്ന ബക്ക് ബൂസ്റ്റർ ഇതാണ്. ഇത് കറക്റ്റാണ് പുള്ളി പറഞ്ഞു തരുന്നത്. കാര്യം ഇതിനകത്ത് വർക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് 12 വാട്ട് കൊടുത്തു കഴിഞ്ഞാലേ ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആംബിയർ കിട്ടുന്നുള്ളൂ. പവർ എല്ലാം ഇതിനകത്ത് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പവർ ഞാൻ ഇതിനകത്തോട്ട് കൊടുത്തു കഴിയുമ്പോൾ, LED കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ 30 വാട്ടിൽ ഓട്ടോമാറ്റിക് കട്ടായില്ലേ, അതുപോലെ കട്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് വർക്ക് ആവത്തില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ പെർട്ടിക്കുലർ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോർട്ടബിളായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ, ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പേരുടെ ടീമാണ് പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ലൈറ്റ് യൂണിറ്റ് ക്യാരി ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്, ഇതെന്തിനാണെന്ന് നിങ്ങളുടെ ഒരു ചിന്തയുണ്ടാവും. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ ഹീൽ സിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വലുതായിട്ട് ചൂടായിട്ട് ഈ സംഭവം കേടായി പോകാനായിട്ട്, ഈ LED കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഹീൽ സിങ്ക് വയ്ക്കുന്നത്. ചാൻസ് എന്നല്ല, കേടാകും, പൊട്ടിപ്പോവും. എൻ്റെ ഇത് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വേറെ ഒരുപാട് ലൈറ്റുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ലൈറ്റ് കാണുന്നില്ലേ, ഇതിനകത്ത് ഞാൻ ഇവിടുന്ന് 12 വാട്ട്, ഇതും 12 വാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് കറക്റ്റ് 12 വാട്ടാണ്. 20 വാട്ടൊന്നും വേണ്ട, അല്ലാതെ തന്നെ വർക്ക് ചെയ്യും. 12 വാട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇത്രയും ലൈറ്റ് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 12 വാട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇത് കട്ട് ചെയ്തിരിക്കുക. ഇവിടെ കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും
അപ്പോൾ 12 വാൾട്ടാണ് കറക്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇത് മൊത്തത്തിലെടുക്കും. അതിന് ആംബിയർ കുറയുന്നതനുസരിച്ച് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഹംസക്കായുടെ വീഡിയോകൾക്കകത്തുണ്ട്. ആംബിയറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംബിയർ കൂടുതലുണ്ടെങ്കിൽ ഇത്രയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്നുണ്ട്. ആംബിയർ കുറഞ്ഞാണ്. അപ്പോൾ ഇതിന് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംബിയർ കറക്റ്റായിട്ട് കാര്യം എൻ്റെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ ആംബിയർ കുറഞ്ഞു പോകുന്നുണ്ട് ഔട്ട്പുട്ട്. അതുകൊണ്ട് അത് വർക്ക് ചെയ്തില്ല. പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ബഗ് ബൂസ്റ്റർ ഇതിനകത്തൊരു ഉപകാരമുള്ളൊരു ഡിസ്പ്ലേയും കൂടെ ഉണ്ട്, കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഓണാക്കിയിട്ടേക്കാം. അപ്പോൾ പിന്നെ വേറെ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാനിവിടെ ഡ്രില്ല് ചെയ്തപ്പോഴത്തേക്കും വന്ന കുറച്ച് അലുമിനിയത്തിൻ്റെ പീസ് ഇവിടെ കിടപ്പുണ്ട്. അതൊന്നും അങ്ങനെ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ വെച്ചിട്ടാണ് വെക്കാനുള്ളത്, കാരണം ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ വേറെ പ്രിൻ്റൊന്നും ഇല്ല, ഷോർട്ട് ആവത്തില്ല. എന്നാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിനെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ പറ്റും. പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത്, ചില ആൾക്കാർക്ക് ചെറിയൊരു സംശയം ഉണ്ടാവാം, ഈ 8 വാട്ടിൻ്റെ ബാറ്ററി കൊണ്ട് എത്ര മണിക്കൂർ ഇത് നിൽക്കും. ഡ്യൂറബിലിറ്റി കുറവായിരിക്കും ഇതിൻ്റെ ആംബിയർ കുറയുന്നതനുസരിച്ചിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഇതിനെ പാരലായിട്ട് ഇതിനെ 14 വാട്ടായിട്ട് 8 തൊട്ടും 16 വാട്ടായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിന് ചെയ്യാനുള്ള ചില, ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇവിടെ 2 ഹോൾഡേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഇതിൻ്റെ ലൈറ്റ് പിടിപ്പിക്കുന്നത്, ഈ ബാറ്ററി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബാറ്ററി പിടിപ്പിക്കുന്ന അതിൻ്റെ ബേസുകളുണ്ടാവും, ചെറിയ ഹോൾഡറുകളുണ്ടാവും. അത് 2000-ന് മുകളിൽ വിലയായിരിക്കും. പക്ഷേ അതിന് ചെറിയൊരു ഞുണുക്ക് പരിപാടിയുണ്ട്. ഇതിൻ്റെ ചാർജിൻ്റെ കൂടെ വരുന്നൊരു സാധനമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വില കുറഞ്ഞു ഒരു 200 രൂപയ്ക്കകത്ത് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന് ഇനി ബാൻഡോർ വെക്കണം, റിഫ്ലക്റ്റേഴ്സ് വെക്കണം. വീഡിയോ ഷൂട്ടിന് പോകുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു കറക്റ്റായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ എങ്ങോട്ടെങ്കിലും ലൈറ്റ് കൊടുക്കാനായിട്ട് അതിനൊരു ബാൻഡോറും കാര്യങ്ങളും എല്ലാം വേണം. ഇപ്പോൾ ഈ ലൈറ്റിൽ കാണുന്നത് പോലെ 2 സൈഡിലും റിഫ്ലക്ടറുകളുള്ള ഒരു ചെറിയൊരു എന്താ പറയുന്ന റിഫ്ലക്ടറോ ഡൂമോ സ്നൂട്ടോ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തെങ്കിലും വേണം, എന്നാലേ ഈ ലൈറ്റ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിന് ഇനി അടുത്ത വീഡിയോയിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഇത് പഴയ ഒരു ലൈറ്റാണ്, ലോവൽ പ്രോ എന്ന് പറയുന്ന ഒരു ലൈറ്റാണ്. അത് US കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെ എല്ലാവരുടെ കയ്യിലും കാണത്തില്ല. പക്ഷേ ഈ ലൈറ്റുകളൊന്നും ഇപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, പഴയ ഫിലമെൻറ്റ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേക്കോ, ഇത് നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് ഞാൻ ആ LED ഇട്ടിരിക്കുന്നത്, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിംഗ്. പക്ഷേ ഇത് ഞാൻ ബാറ്ററിയിലല്ല കൊടുത്തിരിക്കുന്നത്, ബാറ്ററി കൊടുക്കാനുള്ള ഓപ്ഷൻ എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാറ്ററിയിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇത് മൊത്തം കരിഞ്ഞു പോയ ഒരു ലൈറ്റിനെ ഞാൻ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ചെറിയ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇത് എങ്ങനെ ഇതിനെ ഫുള്ളായിട്ട് ബാറ്ററി ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാക്കി മാറ്റാമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഹംസയ്ക്കാക്ക് ഒരു വലിയൊരു താങ്ക്സ് പറയാണ്. കാര്യം ഈ ബഗ് ബൂസ്റ്ററിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്തതിനും അത് ഞങ്ങളെപ്പോലുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് ഉള്ളൊരു കാര്യം കൊണ്ട് ഞാൻ വളരെയധികം നന്ദിപൂർവ്വം അദ്ദേഹത്തെ ഓർക്കുകയാണ്. താങ്ക്സ് ഹംസക്ക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇതിനെ എങ്ങനെ അടുത്തൊരു നല്ലൊരു ക്യാരിബിളായി എന്താ പറയുക പോർട്ടബിളായിട്ടുള്ളൊരു ലൈറ്റാക്കി മാറ്റി അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ഫാനൊക്കെ ഉണ്ട് കേട്ടോ, പഴയ പ്രോസസ്സറിൻ്റെ മേളിൽ വരുന്നതാണ്. അപ്പോൾ വേണമെന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം, ഇത് ഹീൽ സിങ്കിന് ചൂട് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാനിത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം സരോഷ്.